നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു നെല്ലിക്ക അച്ചാറാണ്. ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി അച്ചാറാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വാദിഷ്ടമായ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇതിനായി ഞാനിവിടെ 1/2 കിലോ നെല്ലിക്ക കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി കൊടുക്കാം. നെല്ലിക്കയുടെ അകത്തേക്ക് ഉപ്പും എരിവും നന്നായി പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പ് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ചൂടായി കഴിഞ്ഞാൽ നെല്ലിക്ക ഇട്ട് കൊടുക്കുക. 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ നെല്ലിക്ക ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ തിളപ്പിച്ച വെള്ളം മാറ്റി വയ്ക്കണം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി അച്ചാർ തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് പൊട്ടിക്കഴിഞ്ഞ് അതിലോട്ട് 2 കുടം വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 10 പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കായംപൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി പോകണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വിനീഗർ ചേർത്ത് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നെല്ലിക്ക തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ നെല്ലിക്ക വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നെല്ലിക്ക ചേർക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർക്കണം. ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കുമ്പോഴേക്കും ഇതിൻ്റെ ചാറ് വറ്റി കറക്റ്റ് പാകമാവും, നന്നായിട്ട് കട്ടിയാവും. തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് ആക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്